എക്സലൻറ്റ് റിസൾട്ട്സ് തരുന്ന കമ്പനിയെ സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെയാണ് റിവാർഡ് ചെയ്യുന്നതെന്ന് അറിയാവോ? ഈ വീഡിയോ അവസാനം വരെ കാണുക. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ ഷോ. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എസ്റ്റിമേറ്റ് ബീറ്റ് ചെയ്യാൻ പറ്റാത്ത 3 കമ്പനികളെ കുറിച്ചാണ്. എന്നാൽ ഇന്ന് നമുക്ക് എസ്റ്റിമേറ്റ് ബീറ്റ് ചെയ്ത കമ്പനികളെ കുറിച്ച് തന്നെ സംസാരിക്കാം. ഇന്നത്തെ മാർക്കറ്റിനകത്ത് നിഫ്റ്റി 500 ടോപ്പ് ഗെയിനേഴ്സിൻ്റെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണ്ട ഇങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ കിട്ടുന്നത്. ടോപ്പ് ഗെയിനേഴ്സിനകത്ത് നിങ്ങൾക്ക് കാണാൻ കിട്ടുന്നത് RR കാബിൾ ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കേബിൾ കമ്പനിയാണ്. അവർക്ക് 14.9% ആണ് ഒറ്റ ദിവസം കൊണ്ട് ഗെയിൻ കിട്ടിയത്. എത്രയാണ്? 14.9%. അത് നമ്മളിവരുടെ നമ്മൾ ഗ്രാഫ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. എന്നിട്ട് ഇങ്ങനെ റൈസ് ചെയ്ത് പോയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ചിലരൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് അങ്ങനെ താഴെ വീണു. പക്ഷേ ആക്ച്വലി ഇത് വളരെ ഹൈ പോയതാണ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട്സ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്കിതിൻ്റെ എസ്റ്റിമേറ്റ്സ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞിട്ട് റിസൾട്ട് നോക്കാം. ഇതിൻ്റെ എസ്റ്റിമേറ്റ്സ് എന്തായിരുന്നു? ഇതിൻ്റെ ഹൈലൈറ്റ് തന്നെ എങ്ങനെ? RR കാബിൾ ഷെയർസ് ഹിറ്റ് 3-month ഹൈ ആസ് Q4 പ്രോഫിറ്റ് ബീറ്റ്സ് എസ്റ്റിമേറ്റ്. അപ്പോൾ ഇതിൻ്റെ എസ്റ്റിമേറ്റ് എത്രയായിരുന്നു? ബ്ലൂംബർഗിൻ്റെ എസ്റ്റിമേറ്റ് ആയിരുന്നു 90.1 crore. അപ്പോൾ അവരുടെ ലാഭം എത്ര കിട്ടിയെന്നറിയാവോ? 129 crore. അത് ഹ്യൂജ് മാർജിനിലാണ് അവർ എസ്റ്റിമേറ്റിന് ബീറ്റ് ചെയ്തത്. ഇന്നലെ നമ്മൾ കണ്ടായിരുന്നല്ലോ, ചില കമ്പനീസ് അവർ ചില എസ്റ്റിമേറ്റ് പറഞ്ഞിട്ട് അവിടെ എത്തിച്ചേരാൻ കിടന്ന് വിഷമിക്കുന്ന പാടൊക്കെ കണ്ടല്ലോ. പക്ഷേ ഈ കമ്പനി എസ്റ്റിമേറ്റ് ബീറ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഒറ്റ ദിവസം കൊണ്ട് 14.8% റൈസ് ആയത് അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ്. ഇതിൻ്റെ പറ്റി സംസാരിക്കുമ്പം എനിക്കൊരു കാര്യം കൂടെ സംസാരിക്കാനുണ്ട്. ബേസിക്കലി നമുക്ക് ഇങ്ങോട്ടൊന്ന് നോക്കാം, ഈ ഷീറ്റിലോട്ടൊന്ന് നോക്കാം. ഇത് RR കാബിളിൻ്റെ സ്ക്രീനറിൻ്റെ ഷീറ്റാണ്. ഇതിനകത്ത് നമുക്ക് വേറെ കുറേ കമ്പനീസും അതിൻ്റെ പിയർ കമ്പാരിസണിലെ കമ്പനീസ് കാണാം. ഇപ്പോൾ RR കേബിൾ തന്നെയല്ല, ബാക്കി എല്ലാ കമ്പനീസും ഈ പിയറിലുള്ള കമ്പനീസ് എല്ലാത്തിനും കഴിഞ്ഞ ഒരു ക്വാർട്ടറായിട്ട് നല്ല അടി കിട്ടിക്കൊണ്ടിരിക്കുക. ബിക്കോസ് ദേ ആർ നോട്ട് പെർഫോമിങ് ഗുഡ്. ബിക്കോസ് ചില മാർക്കറ്റ് സൈക്കിൾസ് ഉണ്ട്, അതനുസരിച്ചാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇതാണ്ട് നോക്കിക്കാട്ട് ഈ മാർക്കറ്റ് സൈക്കിളിനെ അവർ റിവേഴ്സ് ചെയ്തിട്ട് ഇപ്പോൾ RR കാബിളിൻ്റെ റിസൾട്ടാണ് വന്നത്. ബാക്കിയുള്ളവരുടെ റിസൾട്ട് വന്നിട്ടില്ല. പോളിക്യാബിൻ്റെ ഒക്കെ നാളെ വരും. പോളിക്യാബും KEIയും ആണ് ഈ പിയറിനകത്ത് ഇൻഡസ്ട്രി ലീഡേഴ്സ്. പോളിക്യാബിൻ്റെ ഇപ്പോഴത്തെ ഷെയർ 5795ഉം 3210 ആണ്. പക്ഷേ ഇൻഡസ്ട്രിയിലെ ഒരു സാമ്പിളാണ് RR കാബിൾ. ആ RR കാബിളിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇമ്മീഡിയറ്റ്ലി നടന്നത് എന്താണ്? ബാക്കി ഉള്ള ഗ്രൂപ്പിലുള്ള പിയറിൻ്റെ എല്ലാത്തിൻ്റെ മുകളിലോട്ട് പോകാൻ നോക്കി. അന്നേരം പോളിക്യാബും KEIയും ആണ് പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് വരേണ്ട ഒരു 2 കമ്പനീസ്. ബാക്കി കമ്പനീസൊക്കെ ഉണ്ട്, പക്ഷേ അതിനെപ്പറ്റി നമുക്ക് അധികം ചിന്തിക്കേണ്ട കാര്യമില്ല. ഇപ്പം തൽക്കാലം ഇപ്പം RR കാബിളിൻ്റെ ഇത് നമുക്ക് നോക്കാമല്ലോ. ഇത് മുകളിൽ പോയിട്ട് താഴോട്ട് വന്നു. ഇപ്പം നമുക്ക് പോളിക്യാബിൻ്റെ ഒന്ന് നോക്കാം. പോളിക്യാബ് ഷെയർ പ്രൈസ്. പോളിക്യാബിൻ്റെ ഷെയർ പ്രൈസും ആ ഒരു ഇൻസ്പിറേഷൻ എടുത്തിട്ടാണ് ഈ മുകളിലോട്ട് ഒറ്റ ദിവസം കൊണ്ട് പോയിരിക്കുന്നത്. നിങ്ങൾ കണ്ടോ? പോളിക്യാബിൻ്റെ ഷെയർ പ്രൈസും അതുപോലെ തന്നെയാണ് പോയിരിക്കുന്നത്. പക്ഷേ RR കാബിലും പോളിക്യാബും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. RR കാബിൽ അതിൻ്റെ ഉച്ചകോടിയിലെത്തിയിട്ട് അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് താഴോട്ട് വന്നു. പക്ഷേ ഇതിനകത്ത് അങ്ങനെ പറ്റിയില്ല. എന്നാൽ നമുക്ക് അന്നേരം KEIയും കൂടെ നോക്കിയിട്ട് ഞാൻ പറയാം. ഒരു പാറ്റേൺ ഞാൻ കാണിച്ചു തരാം. KEIയും കണ്ടോ? ഇത് മുകളിൽ പോയിട്ട് പ്രോഫിറ്റ് ബുക്ക് നടക്കുന്നില്ല, പക്ഷേ അത് മുകളിലോട്ട് റൈസ് ചെയ്ത് പോവുകയാണ്. കാരണം എന്താണെന്നറിയാമോ? ഇതിനകത്ത് ഒരു കാരണമേ ഉള്ളൂ. ആ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 കമ്പനി പോളിക്യാബിൻ്റെയും KEIയുടെ റിസൾട്ട്സ് വന്നിട്ടില്ല. ഇപ്പം RR കാബിളിൻ്റെ റിസൾട്ട് വന്നതുകൊണ്ട് അവർക്കറിയാം ഇതാണ് ഒരു ഹൈ ലെവൽ വന്നിട്ട് പിന്നെ പ്രോഫിറ്റ് അങ്ങ് ബുക്ക് ചെയ്തു. പക്ഷേ പോളിക്യാബിൻ്റെ നാളെയൊക്കെ റിസൾട്ട് വരുമ്പോൾ അന്നേരം ഇച്ചിരൂടും ബെറ്റർ പെർഫോമൻസ് ആയിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് ജനങ്ങൾക്ക്. അന്നേരം ആ പ്രതീക്ഷയും കൂടെ അങ്ങോട്ട്
കൂട്ടിച്ചേർത്തിട്ട് നാളെ ഇതിൻ്റെ സ്റ്റോക്ക് ഇച്ചിരൂടെ മുകളിലോട്ട് പോകും. പക്ഷെ മുകളിലോട്ട് പോയി കഴിഞ്ഞിട്ട് ഇതുപോലെ നല്ല റിസൾട്ട് തന്നെ ആകാനാണ് ചാൻസ്. അന്നേരം ഒരു ലെവൽ കഴിഞ്ഞിട്ട് അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും, എന്നിട്ട് അത് താഴോട്ട് വരും. അങ്ങനെയാണ് മിക്കവാറും കാണുന്നത്. ഗ്രൂപ്പ് കമ്പനീസ് അല്ലെങ്കിൽ ആ പിയർ കമ്പാരിസൻ്റെ കമ്പനീസ് ആദ്യം വരുന്ന ആളുടെ റിസൾട്ട് കണ്ടിട്ട് ബാക്കി എല്ലാവരുടെയും പിന്നെ അതുപോലെ ആകുമെന്നുള്ള ഒരു ചിന്തയിലാണ് എല്ലാവരും ഈ മറ്റേ കമ്പനീസിനെ കൂടെ മുകളിലോട്ട് തള്ളിവിടുന്നത്. പക്ഷേ അവരവരുടെ റിസൾട്ട് അവരവർക്ക് തന്നെ തുണ ചെയ്യുമെന്നേ ഉള്ളൂ. ഇപ്പോൾ പോളിക്യാബിനെ പ്രതീക്ഷിക്കുന്നത് ഇറ്റ് വിൽ ഡു ഗുഡ്, ബട്ട് ഇഫ് ഇറ്റ് ഡസൻറ്റ് ഡു ഗുഡ് ലൈക്ക് ആർ കാബിൾ, പ്രോബബ്ലി നമ്മൾ വിചാരിക്കുന്ന പോലെ വന്നെന്ന് വരത്തില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷേ ജനറലി ഇൻഡസ്ട്രി വൈഡ് പാറ്റേൺ നോക്കുമ്പോഴത്തേക്ക് ആദ്യത്തെ സാമ്പിൾ വെടിക്കെട്ടിനകത്ത് എങ്ങനെ നടക്കുന്നുണ്ടോ ബാക്കി എല്ലാവരും അതുപോലെ തന്നെ പോകുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് ബാക്കി എല്ലാ കമ്പനീസും മുകളിലോട്ട് കയറിപ്പോവും. പക്ഷേ പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യുന്നത് അതിൻ്റെ ആ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട്, അനൗൺസ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രോഫിറ്റ് ബുക്ക് നടത്തുന്നത്. നിങ്ങളിൽ പലർക്കും വിചാരം കാണുമായിരിക്കും, ഈ ആർ കാബിളിൻ്റെ ആ ഗ്രാഫ് ഒന്ന് കാണുമ്പോഴില്ല, അതായത് ഈ ഗ്രാഫ് കാണുമ്പോൾ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് സ്ട്രക്ചർ പോലെയല്ലേ നമുക്ക് കാണുന്നത്. അന്നേരം ഇതിനകത്ത് കാര്യമായിട്ടുള്ള ഉയർച്ചയൊന്നും കണ്ടില്ലല്ലോ എന്ന് നിങ്ങൾക്ക് വിചാരിക്കാൻ ചിലർക്ക് ചാൻസ് ഉണ്ടായിരിക്കും. പക്ഷേ അവർക്ക് വേണ്ടി ക്ലാരിഫൈ ചെയ്തിട്ട് പറയാം, ആർ കാബിൾ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കൊടുത്തത് കൊണ്ടാണ് ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി വന്നത്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ടൊന്ന് നോക്കി വരാം. അതുകൊണ്ട് ഇതാണ് ട്രേഡിംഗ് വ്യൂയ്ക്കകത്ത് ആ ദിവസം തുടങ്ങിയപ്പോൾ തന്നെ ഇവിടെ കിടന്നതാണ്. അതുകൊണ്ട് എൻ്റെ ഈ കർസർ കണ്ടോ, അവിടെ കിടന്നത് തുടക്കത്തിൽ തന്നെ ഇവിടെ ചെന്ന് ചാടി. എന്നിട്ട് ഇവിടെ കിടന്നു പോയതാണ് നമ്മൾ ഈ ഗ്രാഫിനകത്ത് കാണുന്നത്. സോ ഇറ്റ് വാസ് എ ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഓഫ് 14.8 or 14.9%. നമുക്ക് അടുത്ത 2 ടോപ്പ് കമ്പനീസിനെ കൂടെ സംസാരിച്ചിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. അതുകൊണ്ട് അടുത്ത ടോപ്പ് കമ്പനി ഏതാണ്? നെറ്റ്വെബ് ടെക്നോളജീസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ്. അത് ഇന്ന് 12.9% റൈസ് കൊടുത്തിട്ടുണ്ട്. അത് എന്ത് കമ്പനിയാണെന്നറിയാമോ? ഇപ്പം പലർക്കും അത് മനസ്സിലായിട്ടില്ല. ഇതൊരു AI ബേസ്ഡ് കമ്പനിയാണ്. ഒരു 3-4 മാസമായിട്ട് അത് താഴെ കിടക്കുമായിരുന്നു, വളരെ ഡൗൺ ആയിട്ട് കിടക്കുമായിരുന്നു. ഇത് കണ്ടോ, ഇത് ഗ്രാഫ്. അത് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് സാറ് കയറിയ പിന്നെ പുള്ളിയുടെ ചില സംസാരങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഇത് താഴെ കിടന്നത്. പക്ഷേ റിസൾട്ട്സ് വളരെ നല്ലപോലെ വന്നതുകൊണ്ട് ഇന്ന് 12.9% അത് പൊങ്ങിപ്പോയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ റിസൾട്ട്സിൻ്റെ റീസൺ കാണാം. അതുകൊണ്ട് വളരെ നല്ല എക്സലൻറ്റ് റിസൾട്ട്സാണ്. സ്മോൾ ക്യാപ് സ്റ്റോക്കാണ്, പക്ഷേ അധികം താമസിയാതെ വളരെ നല്ലതായിട്ട് പെർഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് ആഗ്രഹമുള്ളവർക്കും ചെറിയ റിസ്ക്കൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്കും അത് പർച്ചേസ് ചെയ്യാവുന്ന സ്റ്റോക്കാണ്. അതിനകത്ത് വളരെ ക്ലിയറായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, ഇത് AI ബേസ്ഡ് കോൺട്രിബ്യൂഷനുള്ള ഒരു കമ്പനിയാണ്. നെറ്റ്വെബ് ടെക്നോളജി സെഡ് ഇറ്റ്സ് ഇൻകം ഫ്രം AI സിസ്റ്റംസ് ഗ്രൂ 112% ഇയർ ഓൺ ഇയർ ഡ്യൂറിങ് FY25. പിന്നെ നമുക്ക് അതിനെ അടുത്ത ഒരു ടോപ്പ് ഗെയിനർ സ്റ്റോക്കിനെ കൂടെ നമുക്ക് സംസാരിക്കാം. സ്വിഗ്ഗി എന്ന് പറഞ്ഞ കമ്പനിയാണ്. നമുക്ക് ഈ ഫുഡ് ഡെലിവറിയൊക്കെ നടത്തുന്ന കമ്പനിയാണ്. ഇപ്പോൾ ഈ കമ്പനിയുടെ സ്റ്റോക്ക് ഇന്ന് 12.7 റൈസ് ആകാനുള്ള കാരണം എന്താണെന്നറിയാം? ഒരു അനൗൺസ്മെൻറ്റ്. ആ അനൗൺസ്മെൻറ്റ് എന്തായിരുന്നു? അവർ പറഞ്ഞത് ലാസ്റ്റ് ഫ്രൈഡേ നടക്കുന്നതിൻ്റെ അല്ലേ മൺഡേ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കിട്ടുന്നത്. സ്വിഗ്ഗി ഹാഡ് അനൗൺസ് ദാറ്റ് ഇറ്റ് ഹാസ് എക്സ്പാൻഡഡ് ഇറ്റ്സ് ക്വിക്ക് ഫുഡ് ഡെലിവറി സർവീസസ് ബോൾട്ട് ടു ഓവർ 500 സിറ്റീസ്. അതിൻ്റെ അർത്ഥം ഒരു 500 സിറ്റീസിൽ സ്വിഗ്ഗിയുടെ ബോൾട്ട് എന്ന് പറഞ്ഞ സർവീസ് ഉണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാമാർട്ട് എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്, പക്ഷേ അത് അത്ര ഇൻസ്റ്റൻ്റ് അല്ല. ബോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിതിൻ 10 minutes നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചിരിക്കുമെന്നുള്ള ഒരു കമ്മിറ്റ്മെൻറ്റോടു കൂടെയാണ്. സൊമാറ്റോ ക്വിക്ക് എന്ന് പറഞ്ഞ വേറെ ഒരു സർവീസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ 10 minutes സർവീസ്. പക്ഷേ ആ സർവീസ് അവർക്ക് മനസ്സിലായി അത് അത്ര ഈസി അല്ല ചെയ്യാൻ. അതുകൊണ്ട് സൊമാറ്റോ അങ്ങ് പിൻവലിച്ചു. സൊമാറ്റോയുടെ പിൻവാങ്ങലും സ്വിഗ്ഗിയുടെ ന്യൂ അനൗൺസ്മെൻറ്റുമാണ് ഇന്ന് സ്വിഗ്ഗിയുടെ സ്റ്റോക്ക് മുകളിലോട്ട് പോകുന്നത്. വേറെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇതെങ്ങനെയൊക്കെ ഫ്ലാഷി ന്യൂസൊക്കെ വരും പല കമ്പനീസിനും. ആ ഫ്ലാഷി ന്യൂസ് കേട്ടിട്ട് സ്റ്റോക്സ് അങ്ങ് മുകളിലോട്ട് പോകും. പക്ഷേ ഈ ഫ്ലാഷി ന്യൂസ് റിയലി അത് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുപോലെ നടത്തിയിരിക്കണം, അല്ലെങ്കിൽ പോയതുപോലെ തന്നെ താഴോട്ടിഞ്ഞ് വരും. എവറി കമ്പനിയുടെ സ്റ്റോക്ക് നമ്മൾ എപ്പോഴും നോക്കണം, ദ സ്മോളർ സ്റ്റെപ്സ് ആർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ ഫ്ലാഷി സ്റ്റെപ്പ്. എപ്പോഴും സ്മോളർ സ്റ്റെപ്പിൻ്റെ അക്യുമുലേഷൻ നമ്മളൊരു ബിഗ് പിക്ചർ നോക്കി കഴിയുമ്പോഴേ നല്ല സ്റ്റോക്ക് ഏതാണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. സ്വിഗ്ഗി നല്ലതോ മോശമോ എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ പറയുന്നത് ഫ്ലാഷി ന്യൂസിൻ്റെ പുറകെ നടന്നിട്ട് നമ്മൾ സ്റ്റോക്ക് വാങ്ങിക്കേണ്ട കാര്യമില്ല. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു.
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പീസ്.